ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി പ്രോൺ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പൊറോട്ട, ചപ്പാത്തി, അപ്പം, ഗീ റൈസ് ഇവിടെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ചെമ്മീനൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചെമ്മീൻ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത ശേഷം അടുപ്പിലോട്ട് മാറ്റാം. ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ചെമ്മീനിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ടിട്ട് 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് നമ്മൾ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പച്ചമുളക് 2 എണ്ണം മാത്രം എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ കുരുമുളക് പൊടി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 3 or 4 പച്ചമുളക് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ സവാള ഏകദേശം ഒരു 1/4 ഭാഗം വരെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ 4/1 ഭാഗം, അതായത് 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, നിർബന്ധമില്ല. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടി ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് തുറന്നിട്ട് ഇതിലോട്ട് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ വീണ്ടും 1 മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചെമ്മീൻ വേവിക്കുമ്പോൾ ഓൾറെഡി മസാലപ്പൊടികൾ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി മസാലപ്പൊടികൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടേബിൾ സ്പൂൺ കൂടി കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ആ ടൈം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലോട്ട് ഒരു 2 or 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ മസാലപ്പൊടികൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 2 or 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതിലുള്ള വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പ്രോൺ ചേർക്കേണ്ടത്. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയും അതുപോലെ ചെമ്മീനൊക്കെ നന്നായിട്ട് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ചെമ്മീനിന് വേവേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി നന്നായിട്ട് വെന്ത് വന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് യോജിച്ച് വരുന്നത് വരെ മാത്രം നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇത് പൊറോട്ടയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയും അതുപോലെ അപ്പം, ചപ്പാത്തി ഇവയുടെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, കണ്ടല്ലോ. ചെമ്മീനും മസാലയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. അതിനുശേഷം അവസാനമായിട്ട് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട്
ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം മാത്രമാണ് നമ്മളിത് സെർവ് ചെയ്യേണ്ടത്. അപ്പോഴേക്കും ഈ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ കീഞ്ഞിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടല്ലോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അതുപോലെ വെരി ടേസ്റ്റിയാണ്. പൊറോട്ടയ്ക്കും അപ്പത്തിനും ഗീ റൈസിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇനി ചെമ്മീൻ വാങ്ങിക്കുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കണം. കൂട്ടുകാർക്കും ഫാമിലിക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കണം. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. താങ്ക് യു.